അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് എനിക്കൊരു ആലോചന, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. അപ്പോഴാണ് മെയിൻ പ്രശ്നം കണ്ടന്റ്. എന്ത് കണ്ടന്റ് ഇട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും? ശരി, എന്ത് കണ്ടന്റ് ഇടാം എന്നുള്ളത് യൂട്യൂബിനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. എനിക്ക് ഈ പറഞ്ഞ ഫേസോ വോയിസോ റിവീൽ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത കാരണം അതുപോലുള്ള കണ്ടന്റുകൾ എന്താണെന്നുള്ളതാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ യൂട്യൂബിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സും ഒറ്റ സ്വരത്തിൽ പറയുന്നു എ. അങ്ങനെ എയിൽ ഒരു കൈ നോക്കാന്ന് വിചാരിച്ച് ഞാൻ പല എ ആപ്പുകൾ മാറി മാറി യൂസ് ചെയ്ത് പല ഷോർട്സുകൾ ഉണ്ടാക്കുന്നു. അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. പുറത്ത് തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. യൂട്യൂബ് അപ്പൊ തന്നെ വിളിച്ച് എന്നെ ആദരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം നൈസായിട്ട് പാളി. ഞാൻ വീണ്ടും യൂട്യൂബിൽ സെർച്ചിങ് തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ എ വീഡിയോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു കഴിയുമ്പോൾ എ വീഡിയോനേക്കാളും കൂടുതൽ വരുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ട്യൂട്ടോറിയൽസ് ആണ്. അതിനെല്ലാം മില്യൺസ് വ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ. അങ്ങനെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കി. ഫേസ്ലെസ് വീഡിയോസ്, വോയിസ്ലെസ് വീഡിയോസ്, ഇതെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോസ് വരുന്നതിനേക്കാളും കൂടുതൽ വരുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന വീഡിയോസ് ആണ്. അതിനെല്ലാം ഈ പറഞ്ഞ പോലെ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു ഇതുപോലൊരു ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാമെന്ന്. ആ വീഡിയോ അത്യാവശ്യം ഓടി. പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ അത്ര വലിയ മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കിയാലോ. അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടായത്. അങ്ങനെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് വീഡിയോസുമായിട്ട് ഞാനും എന്റെ യൂട്യൂബ് ചാനലും തമ്മിലുള്ള മത്സരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.